ഹായ് പറയും. വാവു ഉണ്ട്. വാവു കളിക്കാൻ പോവാണ് പറയും. എവിടെ വാവു ഉള്ളത്? കാണിച്ചെടുത്ത അവിടെ വാവു. നമുക്ക് വാവു ഇവിടെ ചെവി കാണിച്ചു കൊടുക്ക്. ചെവി കാണിച്ചു കൊടുക്ക്. ഈ ചെവിയല്ലേ? അപ്പൊ മാറിയാ? അപ്പൊ ടാറ്റ കൊടുക്ക്. പോയിക്കാണ്ട് വരാ പറയും. പോവാണ് പറയും. ഓനിക്ക് ചെവി വേദനയാണ്. അപ്പൊ ചെവി കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. ചെങ്കട്ടിക്കലാണ് കേട്ടോ അവനെ കാണിക്കണത്. ഒരു 5:30 ആ ഒരു സമയത്തായിട്ട് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ബാങ്കൊക്കെ കൊടുത്തിരുന്നേ. കഴിഞ്ഞ ആഴ്ച ഒരു വട്ടം കാണിച്ചതാണ്. അപ്പോൾ ഒരാഴ്ച മരുന്നുറ്റിച്ചിട്ട് വീണ്ടും കാണിക്കാൻ വരാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം പോവാണ്. കുളിപ്പിച്ച സമയത്ത് ചെവിയിലേക്ക് വെള്ളം കടന്നതോ അങ്ങനെ എന്തോ ആണ്. 2 ദിവസം രാത്രി ഫുള്ള് കരച്ചിലായിരുന്നു. ഉറങ്ങിയിട്ടൊന്നുമില്ല. ആ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓന് മുന്നിൽ ബൈക്കുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ അമ്പിമാമനെ നോക്കി ഇങ്ങനെ പോരാണ്. പിന്നെ ഞങ്ങൾ കോളേജ് പടി എത്തി. അവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അവിടെ എത്താറായപ്പോഴത്തേക്കും ഓനും ഇറങ്ങി. അപ്പോൾ ഓനെടുത്തിൻ്റെ മടിയിലേക്ക് വെച്ച് ഇനി ഫുള്ള് വീഡിയോ കവർ ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പം കഴിയണ വരെ എടുക്കാം. അപ്പം ഞങ്ങളിതാ ഹോസ്പിറ്റലിലെത്തി. ഓനിതാ നല്ല ഉറക്കമാണ്. ഇവിടെയാണ് കേട്ടോ കാണിക്കുന്ന സ്ഥലം. ഡോക്ടർ പേര് മൻസൂർ പുഴുക്കളാട്ടോ. ENT ആണ്. അപ്പോൾ തലൻ്റെയും ചെവിൻ്റെയൊക്കെ ആളാണ്. അപ്പോൾ ചെവിയൊക്കെ കാണിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ടാട്ടോ വരില്ലേ. ഈ ഒരു ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലൊരാളുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളിതാ കയറി. ഒരു ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ആദ്യം ഒറ്റിക്കാൻ തന്നിരുന്ന ആ മരുന്ന് കൈയോളം ചെവിയിൽ ഒറ്റിച്ച് കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇവിടെ കോട്ടക്കൽ ഒരു ഒളിമ്പിയൻ സർക്കസ് നടക്കുന്നുണ്ടല്ലോ അവിടേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ മോനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കോട്ടക്കൽ ഒരു ഒളിമ്പിയൻ സർക്കസ് നടക്കുന്നുണ്ടല്ലോ അവിടേക്ക് ആയിരുന്നു. 7 മണിൻ്റെ ഷോക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.